നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം, ഒന്നാം പാദം, 32ാമത്തെ അധ്യായം. ഭവാടവി നിരൂപണം. കർമ്മഭാസത്താൽ നിയന്ത്രിതമായ ജന്തുസമൂഹം പുണ്യഫലം സ്വർഗത്തിലും പാപഫലം നരകത്തിലും അനുഭവിച്ച് കർമ്മഫലം ക്ഷീണിക്കുമ്പോൾ ഈ ലോകത്ത് വന്ന് മൃത്യുഭയത്തോടെ വൃക്ഷലതാദികളും തൃണങ്ങളുമായി ജനിക്കുന്നു. ഏറ്റവും കൂടുതൽ മഹാവ്രതരാണ് സ്ഥാവരങ്ങളായി തീരുക. ഭൂമിയിൽ വിതയ്ക്കുന്ന ബീജങ്ങൾ വെള്ളം കിട്ടുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള ഊഷ്മാവുമായി പ്രതിപ്രവർത്തിച്ച് മുളയ്ക്കുന്നു. അത് കഴിഞ്ഞ് വേരുണ്ടാകുന്നു, ഇലകൾ ഉണ്ടാകുന്നു, കാണ്ഡങ്ങൾ ഉണ്ടാകുന്നു. കാണ്ഡങ്ങൾ മുട്ടുകൾക്കും പൂക്കൾക്കും ജന്മം നൽകുന്നു. ഈ പൂക്കൾ ചിലത് കായ്കളായിത്തീരുന്നു, ചിലതിൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. പൂക്കൾ വളർന്നു വരുമ്പോൾ അതിൽ രസമുണ്ടാകുന്നു. അനുഭവിക്കേണ്ട പ്രാണികളുടെ സംസ്കാരത്തിന് അനുസൃതമായി ചന്ദ്രകിരണങ്ങളുമായി ചേർന്ന് അത് ഔഷധമായി മാറുന്നു. പാലിൻ്റെ രൂപത്തിൽ വന്ന് വീണ്ടും അരിയായി തീർന്ന് പ്രാണികൾക്ക് അനുഭവിക്കാനായി ഒരു വർഷം കൊണ്ട് ഫലങ്ങൾ ഉണ്ടാകുന്നു. സ്ഥാവരഭാവം സ്വീകരിച്ചവ വാനരാജികൾക്ക് അനുഭവയോഗ്യമായി ഏറെക്കാലം നിന്ന് മുറിക്കൽ, ദാവാഗ്നിക്ക് ഇരയാകൽ, ചൂടും തണുപ്പും സഹിക്കൽ എന്നിവയ്ക്കെല്ലാം ഇരയായി നശിക്കുന്നു. വീണ്ടും കൃമികളായി ഒരു ക്ഷണത്തിൽ തന്നെ മരണവും ജീവിതവും അനുഭവിച്ച് ശീതവാതാദി ക്ലേശങ്ങൾ സഹിച്ച് വിശന്ന് മലമൂത്രാദികളിൽ സഞ്ചരിച്ച് ദുഃഖം അനുഭവിക്കുന്നു. വീണ്ടും മൃഗയോനിയിലെത്തി വിശന്ന് വനത്തിലൂടെ സഞ്ചരിച്ച് അമ്മയിൽ കൂടി വിഷയാസക്തരായി ചില ജന്മങ്ങളിൽ പുല്ലും ചില ജന്മങ്ങളിൽ മാംസം, അമേദ്യം എന്നിവയും ഭക്ഷിച്ച് ചെറുപ്രാണികളെ ഉപദ്രവിച്ച് ദുഃഖിതനായി ജീവിക്കുന്നു. പക്ഷികളായി ജനിച്ച് മാംസം, അമേദ്യം എന്നിവ ഭക്ഷിച്ച് പരപീഡന തൽപരരായി ജീവിക്കുന്നു. ഗ്രാമങ്ങളിലെത്തുന്ന മൃഗങ്ങൾ തങ്ങളുടെ കൂട്ടത്തിൽ നിന്നും വിട്ട് ഭാരം വഹിച്ച് കെട്ടിയിടപ്പെട്ട് അടികൊണ്ട് കലപ്പ വഹിച്ച് തളർന്ന് ജീവിക്കുന്നു. ഇങ്ങനെ അനേകം ജന്മങ്ങൾ അനുഭവിച്ച് തീർത്തതിന് ശേഷമാണ് മനുഷ്യജന്മത്തിൽ എത്തുന്നത്. പുണ്യം കൂടുതൽ ഉണ്ടായതുകൊണ്ടും മനുഷ്യജീവിതം കിട്ടാവുന്നതാണ്. മനുഷ്യനായാലും തോലിൽ പണിയെടുക്കുന്നവൻ, ചണ്ടാളൻ, വേടൻ, ശുരകൻ, അലക്കുകാരൻ, കുംഭകാരൻ, കൊല്ലൻ, കല്ലൻ, നെയ്ത്തുകാരൻ, തുന്നൽക്കാരൻ, ജടാധാരി, സിദ്ധൻ, സന്ദേശവാഹകൻ, എഴുത്തുകാരൻ, മൃതകൻ, വേലക്കാരൻ, അംഗഹീനൻ, അധികാംഗൻ തുടങ്ങിയ നീചവർഗങ്ങളിൽ പിറന്ന് പല പല രോഗങ്ങൾക്കും അടിമപ്പെടുന്നു. മനുഷ്യജന്മത്തിൽ സ്ത്രീ പുരുഷ സമാഗമ സമയത്ത് രേതസ് ജരായുവിൽ പ്രവേശിക്കുമ്പോൾ രണ്ടും ചേർന്ന് ശുക്ലശോണിത കലളം ഉണ്ടാകുന്നു. 5 ദിവസം കൊണ്ട് അതിൽ ജീവൻ പ്രവേശിച്ച് ഭ്രൂണമാകുന്നു. മാസം പകുതിയാകുമ്പോഴേക്കും ഭ്രൂണാവസ്ഥ നേടി 1 മാസമാകുമ്പോൾ പ്രാദേശാവസ്ഥയെ പ്രാപിക്കുന്നു. വായുവിൻ്റെ പ്രവർത്തന ഫലമായി അമ്മയുടെ വയറ്റിലെ താപക്ലേശങ്ങൾ അനുഭവിച്ച് ഒരിടത്ത് നിൽക്കാൻ കഴിയാതെ ചലിക്കാൻ തുടങ്ങുന്നു. 2 മാസം പൂർണ്ണമാകുമ്പോഴേക്കും മനുഷ്യരൂപം കിട്ടുന്നു. 3 മാസമാകുമ്പോൾ കൈയും കാലും മുളയ്ക്കാൻ തുടങ്ങുന്നു. 4-ാം മാസത്തിൽ എല്ലാ അവയവങ്ങളും വ്യക്തമാകുന്നു. 5-ൽ നഖങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. 6 മാസം കഴിയുമ്പോൾ പൊക്കിൽ കൊടി രൂപം പൂണ്ട് ഗർഭപാത്രവുമായി ബന്ധിച്ച് രക്തം, അസ്ഥി, വസ, കേശം എന്നിവയോടുകൂടി ശരീരമാകുന്നു. അമ്മയുടെ ശരീരത്തിലെ എരിവ്, പുളി, ഉപ്പ് എന്നിവയെല്ലാം സഹിച്ച് താൻ പൂർവ്വജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്മരിക്കുന്നു. മനസ്സ് വിഷമിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു: ഞാൻ എത്ര പാപിയാണ്! ഭാര്യാപുത്രന്മാരുടെ സംരക്ഷണത്തിനായി ധനധാന്യാദികളിൽ എത്രമാത്രം മനസ്സുവെച്ചും അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ നരകയാതന അനുഭവിക്കേണ്ടി വന്നത്. അകത്തും പുറത്തും ഞാൻ ദുരിതം അനുഭവിക്കുകയാണ്. ഞാൻ പരിപാലിച്ചവരാകട്ടെ അവരുടെ കർമ്മഫലം എവിടെയോ വെച്ച് അനുഭവിക്കുന്നു. ദേഹികളുടെ ദുഃഖം വലുത് തന്നെ. പാപത്തിൽ നിന്നാണ് ദേഹമുണ്ടാകുന്നത്. ഒരിക്കലും പാപം ചെയ്യരുത്. അന്യൻ്റെ സ്വത്ത് കണ്ട് അസൂയ പൂണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഗർഭാഗ്നിയിൽ കിടന്ന് ദഹിക്കുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്ത പാപത്തിൻ്റെ ഫലം ഞാനിപ്പോൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നു. ഗർഭത്തിൽ കിടന്ന് ഇങ്ങനെ പലതരത്തിൽ വിലപിച്ച് ജനിച്ചു കഴിയുമ്പോൾ നല്ല കൂട്ടുകെട്ടുകൊണ്ടും വിഷ്ണുചരിതം കേട്ടും മനസ്സ് ശുദ്ധമായി സംസാര ദുഃഖത്തിൽ നിന്നും മുക്തി കൊടുക്കുന്ന വേദരഹസ്യങ്ങൾ പഠിച്ച് നാരായണ ഭക്തിയിലൂടെ ഞാൻ ഈ മഹാദുഃഖത്തിൽ നിന്നും മോചിതനാകും എന്ന് തീരുമാനിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കിക്കൊണ്ട് വായുവിനാൽ പീഡിപ്പിക്കപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ എല്ലാ യാതനകളും ഒരുമിച്ച് അനുഭവിക്കുന്നു. യോനിപീഡ അനുഭവിച്ച് ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ തനിക്ക് ഉണ്ടായിരുന്ന പൂർവ്വജന്മ സ്മരണ ഇല്ലാതാകുന്നു. ജനിച്ചു വീണ പ്രതിയെ പിന്നീട് ഉത്തേജിപ്പിക്കുന്നത് ബാഹ്യവായുവാണ്. ബാഹ്യവായുവുമായി സമ്പർക്കമുണ്ടാകുമ്പോഴാണ് അതുവരെ അനുഭവിച്ചതെല്ലാം മറന്നു പോകുന്നത്.
ഇങ്ങനെ കുട്ടിയായി കഴിയുമ്പോഴും സ്വന്തം മലമൂത്രങ്ങൾ ശരീരത്തിൽ പുരണ്ട് ജീവിക്കുന്നു. തനിക്ക് ഉണ്ടാകുന്ന വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ കഴിയാതെ കരയുമ്പോൾ അമ്മ മുലപ്പാൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. അന്യൻ അധീനനായി ഒന്നിലധികം ദേഹങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ഒന്ന് ചൊറിയാൻ പോലും കഴിയാതെ ജീവിക്കുന്നു. മാതാപിതാക്കളുടെയും ഉപാധ്യായൻ്റെയും അടി കൊള്ളേണ്ടി വരുന്നു. കുറച്ചുകൂടി വലുതാകുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുന്നു. ചെളിയിലും പൊടിയിലും കളിക്കുന്നു. എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. താരുണ്യത്തിലെത്തുമ്പോൾ ധനം സമ്പാദിക്കാനും സമ്പാദിച്ച ധനത്തിൻ്റെ സംരക്ഷണം അതിലും ശ്രദ്ധ വരുന്നു. മായാമോഹിതരായി കാമക്രോധങ്ങൾക്ക് അടിമപ്പെട്ട് അസൂയ പൂണ്ട് അഹങ്കാര ദൂഷിതരായി ജീവിക്കുന്നു. പുത്രന്മാർക്ക് രോഗം വരുമ്പോൾ അവരുടെ അടുത്തിരുന്ന് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ ചിന്ത പോകുന്നത് ഇങ്ങനെയായിരിക്കും: വീട്, വസ്തുവകകൾ എന്നിവയെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഈ വലിയ വീട് എങ്ങനെ നിലനിൽക്കും? എന്നിൽ സമ്പാദ്യമൊന്നുമില്ല. മഴയും യഥാസമയം കിട്ടുന്നില്ല. കുതിര എവിടേക്കാണ് ഓടിപ്പോയത്? കോക്കൾ എന്താണ് തിരിച്ചെത്താത്തത്? എൻ്റെ കുട്ടികൾ വളർന്നിട്ടില്ല. എനിക്കാണെങ്കിൽ വയ്യാതായി. ധനവുമില്ല. ഓർത്തിരിക്കാതെ കൃഷി നഷ്ടത്തിലായി. കുട്ടികളാണെങ്കിൽ വിശന്ന് കരയുന്നു. വീടാണെങ്കിൽ തകർന്നു വീഴാറായി. ബന്ധുക്കൾ ആരും അടുത്തില്ല. ജീവിക്കാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. രാജാവാണെങ്കിൽ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നു. ശത്രുക്കൾ എന്നെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് ഇവരെ എങ്ങനെ നേരിടാനാവും? പണിയെടുക്കാൻ എനിക്ക് വയ്യാതായിരിക്കുന്നു. അതിഥികളും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ പലതും ചിന്തിച്ച് തൻ്റെ ദുഃഖങ്ങളെ തടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ് എന്തിനാണ് ഭാഗ്യഹീനനായ എന്നെ വിധി ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത്. അപ്പോഴേക്കും വൃദ്ധനായി കഴിഞ്ഞിട്ടുണ്ടാകും. ജര, നര തുടങ്ങിയവ ബാധിച്ചിട്ടുണ്ടാകും. രോഗങ്ങൾ പിടിപെടും. ശരീരം വിറച്ച് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട്